Success! I found it. Thank you, God. Yeah, I found it. Thank you, God. ദൈവമേ ഭാഗ്യം. 2 കൊല്ലേ ഉറക്കൊളക്കാൻ തുടങ്ങിയിട്ട് ഇന്നെങ്കിലും അവസാനിച്ചല്ല. ഓരോ വിജയത്തിന്റെ പിന്നിലും ഇതുപോലെ ഒരു കഠിനാധ്വാനം ഉണ്ടോ? അത് ശരിയാണ്. സാറിന് മിനിറ്റിന് കട്ടൻ ചായ ഉണ്ടാക്കിയതിൽ ഒരു കഠിനാധ്വാനമാണേ. ഇനിയെങ്കിലും പറ സാറേ, എന്ത് സാധനമാണ് കണ്ടുപിടിച്ചത്? പറയാം. ശരീര വളർച്ചയെ വളരെ വേഗത്തിലാക്കാൻ കഴിയുന്ന ഒരു മരുന്ന്. എന്നുവെച്ചാ ഈ മരുന്ന് അപ്ലൈ ചെയ്യുന്ന ഒരു ജീവി ഏതാനും മണിക്കൂറിനുള്ളിൽ അതിന്റെ തടിയും തൂക്കവും ഉയരവും 10 ഇരട്ടി വർദ്ധിക്കും. ഉദാഹരണത്തിന് ഒരു എലി, അത് 1 മണിക്കൂർ കൊണ്ട് ഒരു മുയലിന്റെ സൈസ് വരെ ആവും. സാറിന് ഞാൻ പറഞ്ഞ ആർക്കും കൊടുക്കണ്ട. ഇങ്ങോട്ട് സാറിന് 100 പുണ്യം കിട്ടും. കൊറേ കാലം എന്റെ ആഗ്രഹം ഒരു ഫയൽമാൻ ആവണമെന്ന്. പോയാ ഞാൻ പോയിട്ട് വരാം ബാലമണി. ഞാനൊരു കാര്യം പറയാം. ഇനിയെങ്കിലും കുറച്ച് ദിവസത്തേക്കൊന്ന് ഫ്രീ ആവണം. അറിയാം ബാലമണി, എനിക്കെല്ലാം അറിയാം. മനഃപൂർവ്വം അല്ലല്ലോ. ഒരു റിസർച്ച് അതങ്ങ് തുടങ്ങി വെച്ചാ പിന്നെ ഊണും ഉറക്കവും ഇല്ലാതെ ഞാൻ അതിലങ്ങ് മുഴുകിപ്പോകും. മറ്റൊരു ചിന്തയും മനസ്സിലുണ്ടാവില്ല, ഒരു തരം ആവേശം. നിനക്കറിയാമല്ലോ. ഞാനും മോളിവിടെ ഉണ്ടേ. എല്ലാറ്റിലും വലുതാണല്ലോ റിസർച്ച്. വേണം കണ്ട. ഇന്നത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞ ഒരു 5-6 മാസം നിനക്കും മോൾക്കും വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുക. ഞാൻ തീരുമാനിച്ചു. സാറേ അവിടെ പത്രസമ്മേളനത്തിന് ആൾക്കാരൊക്കെ കാത്തിരിക്കുക. റെഡി. നീ പോയി ആ ലാബിനെ ആ റിപ്പോർട്ട്സും മരുന്നും ഒക്കെ എടുത്തോണ്ട് വാ. ഓക്കെ സാർ. സാറിന് ഒരു വിവരമില്ല, ഇത് മുഴുവൻ ഇംഗ്ലീഷാ. ഈ മരുന്ന് തന്നെ പിടിച്ചൊരു ബുദ്ധി മാത്രം അങ്ങനെ ഉള്ളൂ. പരിശ്രമം മുഴുവൻ എന്റേതാ. 2 കൊല്ലമോ ഉറക്കോളിച്ച് ഞാൻ കട്ടൻ ചായ കൊടുത്തത്. എനിക്ക് ഇവനെ കഴിച്ച് തടി വെച്ചിട്ട് വേണം ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ. ദൈവമേ രക്ഷിക്കണേ. ഇതെന്താണാവോ? ഈ സൾഫൂരിക് ആസിഡ് എങ്ങനെയും ഒന്ന് ശരിയായ മതിയായിരുന്നു. ഇതെന്താണാവോ ദൈവത്തിനറിയാം. ദൈവമേ എങ്ങനെയും ഒന്ന് ശരിയായ മതിയായിരുന്നു. സക്സസ് കളറൊത്തു. ഇത് ഗുണം എന്താണാവോ?